നമ്മളൊരു ബേസിക്കലി ഒരു തെങ്ങ് കർഷകൻ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഏക കൃഷിമന്ത്രിയേ ഉള്ളൂ, അത് തെക്ക് കിഴക്കൻ കാലവർഷമാണ്. ആ കാലവർഷം നമ്മൾ വിനിയോഗിക്കുക. അപ്പോൾ ആദ്യം മൺസൂൺ ആരംഭിച്ച് കഴിയുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മണ്ണിൻ്റെ pH ക്ലിയർ ആക്കുന്നതിന് വേണ്ടി കുമ്മായ വസ്തുക്കൾ എന്തെങ്കിലും 1 കിലോ കുമ്മായം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. കുമ്മായ വസ്തുക്കൾ എന്ന് വെച്ചാൽ പച്ചക്കക്ക പൊടിച്ചതുണ്ട്, കുമ്മായമുണ്ട്, ഡോളാമേറ്റ് ഉണ്ട്. ഈ 3 ഏതെങ്കിലും 1 കിലോ നമ്മുടെ തെങ്ങിൻ്റെ തടം തുറന്നതിന് ശേഷം, തടം തുറക്കാന്ന് വെച്ചാൽ കളയ്ക്കണം എന്ന് നിർബന്ധമില്ല, ചെത്തിയാലും മതി. ചെത്തി പച്ച മണ്ണിൽ 1 കിലോ കുമ്മായ വസ്തുക്കൾ ചേർത്ത് മണ്ണിൽ ഇളക്കി കൊടുക്കുക. അത് ബേസിക്കലി ഞാൻ പറഞ്ഞാൽ ജൂൺ 1-ാം തീയതി നിങ്ങൾ കുമ്മായ വസ്തുക്കൾ എന്തെങ്കിലും 1 കിലോ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പം കുമ്മായ വസ്തുക്കളെ 3ആയിട്ടൊക്കെ തരംതിരിക്കാം. 1 പച്ചക്കക്ക പൊടിച്ചത്, അത് കാൽസ്യം കാർബണേറ്റ് ആണ്. 2 കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. 3 ഡോളാമേറ്റ്, അത് ചുണ്ണാമ്പ് കല്ല് പൊടിച്ച് കാൽസ്യം നൈട്രേറ്റ് ആണ്. ഇതിലേതെങ്കിലും ഒന്ന് തെങ്ങിൻ്റെ തടം തുറന്ന് അവിടെ ചപ്പ് ചവറുകൾ മാറ്റിയതിന് ശേഷം പച്ച മണ്ണിൽ 1 കിലോ ഇടുക. അതിനുശേഷം 15 ദിവസം മുതൽ 20 ദിവസത്തേക്ക് മണ്ണിനെ വെറുതെ വിടുക. അതിനുശേഷം അതിനകത്ത് ആ സമയത്ത് നിങ്ങൾക്ക് ചാണാനോ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, എന്ത് സാധനം അതിൻ്റെ ചുവട്ടിലിടാം. അത് കഴിഞ്ഞതിന് ശേഷം NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഇവ NPKയിൽ 1/2 കിലോ യൂറിയയും 1 കിലോ രാജ്ഫോസും 1 കിലോ പൊട്ടാഷും 3ഉം കൂടെ അതിൻ്റെ ചുവട്ടിൽ 2.5 കിലോ ഒരു സമയത്ത് ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു 20 ദിവസം കഴിയുമ്പോൾ, അപ്പോൾ നൈട്രജനായി, ഫോസ്ഫറസായി, പൊട്ടാഷ്, NPK കൊടുത്തു മണ്ണിന്. അപ്പോൾ ജൂൺ മാസം ഒരു 20-ാം തീയതി ആയി. അതിനുശേഷം ജൂലൈ മാസം ഒരു 10-ാം തീയതി ആകുമ്പോഴത്തേക്കും 100 ഗ്രാം ബോറോൺ എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ മെച്ചി പിടിക്കാനും ഈ അതുപോലെ തന്നെ തേങ്ങയുടെ നമ്പർ എന്ന് വെച്ചാൽ ഈ കായയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി, ചൊങ്ങിപ്പോകും തേങ്ങ, അപ്പോൾ അതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ബോറോൺ എന്ന് പറഞ്ഞൊരു സൂക്ഷ്മ മൂലമാണ്, അഥവാ 3rd മൂലകം, 3ാമത്തെ മൂലകങ്ങളിൽപ്പെട്ട ബോറോൺ 100 ഗ്രാം. അത് ബോറാക്സ് എന്ന് പറഞ്ഞ് കിട്ടും, പവർ ബോറോൺ എന്ന് പറഞ്ഞ് കിട്ടും, ഏതെങ്കിലും അത് മാത്രം ഇടാളൂ, അതിൻ്റെ കൂടെ വേറെ ഒന്നും ഉപയോഗിക്കരുത്. അത് 100 ഗ്രാം ഇടുക, അതും പച്ചമണ്ണിൽ തന്നെ ഇടുക. അതിനുശേഷം പിന്നെ ഒരു 20 ദിവസം കഴിയുമ്പോൾ മഗ്നീഷ്യം എന്ന് പറഞ്ഞ സാധനം 250 ഗ്രാം കിട്ടും. അത് ഇലയിലെ മഞ്ഞളിപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഈ ഇലയിലെ മഞ്ഞളിപ്പ് മാറി ഇലയ്ക്ക് കരിമ്പച്ച കളർ, ക്ലോറോഫിൽ എന്ന് പറഞ്ഞൊരു മൂലകം ഇലയിലുണ്ട്. എല്ലാ സസ്യത്തിൻ്റെയും ഇലയിൽ ക്ലോറോഫിൽ ഉണ്ട്. ആ ക്ലോറോഫിൽ നിലനിൽക്കണമെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞ മൂലകം വേണം, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ജൂലൈ മാസം തീർന്നു. അതിനുശേഷം ഓഗസ്റ്റ് 1 1 കിലോ പൊട്ടാഷ്, കാരണം തെങ്ങിൻ്റെ മേജർ ന്യൂട്രീഷൻ പൊട്ടാസ്യമാണ്. അപ്പോൾ പൊട്ടാഷ് 1 കിലോ തെങ്ങിൻ്റെ വീട്ടിൽ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ തൽക്കാലത്തേക്ക് വളമൊന്നും ചെയ്യേണ്ട. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ചാണാനോ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ചപ്പോ ചവറൊക്കെ അതിൻ്റെ ചുവട്ടിലിടാം, ഒരു പ്രശ്നമില്ല. അത് അപ്പോൾ ഇത്ര ഒരു വർഷത്തിൽ 2 കിലോ പൊട്ടാഷ് നിർബന്ധമായിട്ടും തെങ്ങിൻ്റെ ചുവട്ടിലിടണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ബോറോൺ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ ഒന്നുകൂടെ, കാരണം കണ്ടിന്യൂസ്ലി മഴ ആയതുകൊണ്ട് ബോറോൺ 100 ഗ്രാമും കൂടെ, ബോറോൺ ഇടുമ്പോൾ 100 ഗ്രാമേ ഇടാവുള്ളൂ. ആ 100 ഗ്രാം ബോറോൺ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് മഞ്ഞളിപ്പ് കൂടുതൽ തോന്നുവാണെങ്കിൽ, ഇലയിൽ മഞ്ഞളിപ്പ് പുള്ളിക്കുത്തുകളും മഞ്ഞ പുള്ളിക്കുത്തുകളും ഇലയ്ക്ക് തിളക്കം കുറവും തോന്നുവാണെങ്കിൽ 250 ഗ്രാം മഗ്നീഷ്യം കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ നവംബർ മാസത്തിൽ മഴയേണ്ട അവസാന പീരീഡിലേക്ക് വരുമ്പോൾ 1 കിലോ കല്ലുപ്പ്, സോഡിയം ക്ലോറൈഡ് 1 കിലോ ഇട്ട് കൊടുക്കുക, കൊത്തി മൂടുക. അതോടുകൂടി ഒരു ആർട്ടിഫിഷ്യലി ഉള്ള ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒരു വർഷത്തെ കണക്ക് തീരും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചപ്പോ ചവറോ ചാണാനോ എന്ത് സാധനമോ, ആ തെങ്ങിൻ്റെ ചൂട്ട്, അതിൻ്റെ ചകിരി എല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ ഡംപ് ചെയ്യുക. കാരണം അപ്പോൾ അതിടുമ്പോൾ ഒരു പ്രാവശ്യത്തെ പൊട്ടാഷ് ഇടുന്ന ഡെഫിഷ്യൻസി മാറി. അപ്പോൾ ഇതാണ് ഒരു പ്രാവശ്യം ഒരു തെങ്ങിന് ചെയ്യേണ്ട വളങ്ങൾ. അതുപോലെ തന്നെ pH കണ്ടിന്യൂസ് മഴ കുറയുവാണെങ്കിൽ pH ടെസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്നോടെ കുമ്മായം, ചില സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ ലാൻഡ് നല്ല ചെരിവുള്ള സ്ഥലമാണെങ്കിൽ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കൂടെ കുമ്മായ വസ്തുക്കൾ എപ്പോഴെങ്കിലും ഇട്ട് കൊടുക്കേണ്ടത് നല്ലതാണ്. എന്ന് വെച്ചാൽ നിരപ്പുള്ള സ്ഥലത്ത് വേണ്ട, പക്ഷേ ഇച്ചിരി ചെരിവുള്ള സ്ഥലത്ത് വീണ്ടും മണ്ണിൻ്റെ pH താഴുവാൻ തോന്നുവാണെങ്കിൽ കാൽസ്യം സപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നുള്ളൂ. ഇനിയിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ശരിക്കും ഈ ഓലയില്ലേ, ഓലയുടെ എൻഡ് വരുന്നിടത്ത് വരെ ഇത് കവർ ചെയ്യാൻ പറ്റും. ഇത് ഈ തടം എടുക്കുന്നത് വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. തെങ്ങിൻ്റെ തടം എടുക്കുന്നത് ശരിക്കും ഇപ്പോൾ അതേ കണ്ടത്തിൽ തടം എടുക്കേണ്ട ആവശ്യം ശരിക്കില്ല. തടം എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വളം ഇടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ എന്ത് വളം ചെയ്യുമ്പോൾ മണ്ണിലേ ചെയ്യാവുള്ളൂ, ഒരിക്കലും ചോട്ട് ചെയ്യരുത്. ചോടും മണ്ണും നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ പൊക്കത്ത് കൊണ്ടുവന്ന് പൊട്ടാഷ് തൂളുക. രാസവളം തൂളിക്കഴിഞ്ഞാൽ പൊട്ടാസ്യമായിട്ടും യൂറിയ തൂളുന്നത് നൈട്രജനായിട്ടും പോകും. അപ്പം താഴേക്ക് ഇത് ഇറങ്ങി ചെല്ലില്ല. അപ്പം പച്ച മണ്ണിലിടുക,
പച്ചമണ്ണിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക മണ്ണ്, എന്നിട്ട് ഇതെല്ലാം കൂടെ വെട്ടി അതിൻ്റെ പൊക്കത്തേക്ക് ഇടുക. അതാണ് അതിൻ്റെ കറക്റ്റായ വളപ്രയോഗം ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം കിട്ടും. അതുപോലെ തന്നെ ഈ കൊല, ഇതിലൊക്കെ ധാരാളം പൊട്ടാഷ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് അട്ടഴുകി മണ്ണിൽ ചേരുമ്പം ഇങ്ങനെ കിട്ടുന്ന ഈ സാധനത്തിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ന്യൂട്രീഷൻ വാല്യൂ കൂടുതലായിരിക്കും. കാരണം നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരു സാധനത്തിൻ്റെ ഭംഗി കണ്ട ആളുകൾ വാങ്ങിക്കുന്നത്. ഇപ്പോൾ പച്ചക്കറിയൊക്കെ വെജിറ്റബിൾസൊക്കെ ഏറ്റവും വലുത് നോക്കി മേടിക്കും. പക്ഷേ ഏറ്റവും ആധുനിക രാജ്യങ്ങളിലൊക്കെ ഒരു സാധനത്തിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ നോക്കുക. ആ ന്യൂട്രീഷൻ ഏറ്റവും കൂടുതൽ ഏതാണോ അതിനാണ് വാല്യൂ. അപ്പം നമ്മുടെ ഇവിടുത്തെ ഈ നാടൻ തെങ്ങിൻ്റെ ഈ തേങ്ങയ്ക്കകത്ത് ന്യൂട്രീഷൻ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന പൊട്ടാസ്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ന്യൂട്രീഷൻ വാല്യൂ കിട്ടും, അതിൻ്റെ ഗുണം കൂടുതൽ കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലുള്ള കുട്ടികൾക്ക് നല്ല ഷാർപ്പ്നെസ്സാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ മത്തി പോലത്തെ ഫോളിക് ആസിഡ് കൂടിയിട്ടുള്ള ആഹാരങ്ങളും പിന്നെ ഈ തേങ്ങയിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ട്. അത് രാവിലെ തേങ്ങാ ചമ്മന്തി അരച്ച് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ബ്രെയിനിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് കിട്ടാണ്ട് വരുമ്പോഴൊക്കെയാണ് ഇപ്പോൾ പല സ്ട്രെസ്സുകളൊക്കെ കുട്ടികളിലേക്ക് വരുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ മനുഷ്യൻ്റെ ചിന്താഗതിയും പ്രവർത്തനവും ഊർജ്ജസ്വലതയും വർദ്ധിക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പം അത് നമ്മുടെ നാച്ചുറലി നമ്മൾ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അത് ധാരാളം കിട്ടും. ആർട്ടിഫിഷ്യലി ചെയ്യുന്നേക്കാളും കൂടുതലും. പേരും വീട്ടുപേരും സ്ഥലപ്പേരും? എൻ്റെ പേര് രാജീവ് എന്നാണ്. എൻ്റെ ജോലി തെങ്ങിൽ കയറ്റവും മെഷീൻ ഉപയോഗിച്ച് തെങ്ങ് കയറ്റവും തെങ്ങിൻ്റെ കൃഷിയെക്കുറിച്ച് പഠിപ്പിക്കും. തെങ്ങ് മാത്രമല്ല എല്ലാ കൃഷികളെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളെ ഗൈഡ് ചെയ്യുന്ന ആൾ ഞങ്ങളുടെ സാറ് എന്ന് പറയുന്നത് KV ദയാൽ സാർ എന്ന് പറയുന്നത് ഫോറസ്റ്റ് മാൻ ഓഫ് കേരള എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഫാർമർ ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ആ സംഘടന ലോകം മുഴുവനുണ്ട്. അതിനകത്തൊരു മെമ്പറാണ് ഞാൻ. എൻ്റെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ അറിവുകൾ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങൾക്ക് ശരിയാണെന്ന് ഒന്ന് മാത്രം നിങ്ങൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മണ്ണിനെ ഹൈബ്രിഡ് ആക്കാൻ ശ്രമിക്കുക. ഒരു ഇല പോലും കത്തരുത്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോൺ നമ്പർ 97 45 58 34 24. എൻ്റെ വീട് ചെപ്പുകുളമാണ്. എൻ്റെ പേര് രാജീവ് എന്നാണ്. തെങ്ങ് സംബന്ധമായ വളപ്രയോഗം, തെങ്ങിൻ്റെ കേട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത്, വാട്സാപ്പ് നമ്പറാണ്, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്കറിയാവുന്ന രീതിയിലുള്ള ഉത്തരം തരാൻ പറ്റുന്നതാണ്. അതുപോലെ എൻ്റെ തൊടുപുഴയ്ക്ക് ഉള്ളിലുള്ള സ്ഥലമാണെങ്കിൽ ഞാൻ വന്ന് സൈറ്റ് സന്ദർശിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ തരും. അതല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലത് കൊടുക്കുകയും അതിനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഞാൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ചെയ്തു തരും. കാരണം കൃഷിയെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെത്തേഡാണ്. ജീവിതോപാധി മാത്രമല്ല, ഇത് നിലനിന്നാൽ മാത്രമാണ് നമുക്ക് നാളത്തേക്ക് ഇനി അടുത്തൊരു തലമുറ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഫുഡ് വെപ്പണാണ്. കാരണം ആഹാരം നമുക്കുള്ള ആഹാരങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്താൻ എന്തെങ്കിലും ഒരു സാധനം നട്ടുപിടിപ്പിച്ച് നമ്മുടെ കുട്ടികൾക്ക് അടുത്ത തലമുറയ്ക്ക് ഞാൻ എപ്പോഴും ക്ലാസ്സുകൾക്കൊക്കെ പോകുമ്പോൾ പറഞ്ഞ ഒരു പയർ വിത്തെങ്കിലും നടാൻ ഒരു കുട്ടിയെ പഠിക്കുക.